ബംഗാളിൽ CPIM-ഉം കോൺഗ്രസും തമ്മിൽ സീറ്റ് ധാരണ. കോൺഗ്രസിന് 12 സീറ്റ് നൽകും. ഇടതു പാർട്ടികൾ 24 സീറ്റുകളിൽ മത്സരിക്കും. ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് 6 സീറ്റുകളിലാണ് മത്സരിക്കുക. പുരുലിയ സീറ്റിൽ കോൺഗ്രസും ഫോർവേഡ് ബ്ലോക്കും തമ്മിൽ ധാരണയായിട്ടില്ല. ബാസിർഘട്ടിനായി CPI-CPIM തർക്കം തുടരുകയുമാണ്. വിവരങ്ങളുമായി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഈ ബംഗാളിലെ സാഹചര്യം കുറച്ചുകൂടി സങ്കീർണമാണല്ലോ. കാരണം അവിടെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് BJPയെ നേരിടാൻ നിൽക്കുന്നു. അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി അതിനോട് കൈകോർത്ത് നിൽക്കാൻ അവർ തയ്യാറായിട്ടില്ല. മറ്റ് ഭാഗങ്ങളിൽ, അതായത് ഇപ്പോൾ കോൺഗ്രസ് CPM-CPI ബാന്ധവം സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ സീറ്റ് വിഭജനം സംബന്ധിച്ച് എവിടെയൊക്കെയാണ് തർക്കങ്ങൾ നിലനിൽക്കുന്നത്? ഏത് അടിസ്ഥാന ആശയത്തിൻ്റെ പുറത്തായിരിക്കും ഈ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ എന്ത് മാനദണ്ഡമാക്കിയായിരിക്കും ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാവുക? ഗോപി, സമീപകാലം വരെ CPIM-ഉം കോൺഗ്രസും ചിരശത്രുക്കളായിരുന്ന സംസ്ഥാനമായിരുന്നു ബംഗാളും ത്രിപുരയും. ഈ രണ്ടു സംസ്ഥാനങ്ങളിലും കൈകോർത്തുകൊണ്ട് മത്സരിക്കുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇരു പാർട്ടികളിൽ നിന്നും വന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള സഖ്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വളരെ പ്രത്യക്ഷമായി തന്നെ CPIM-ഉം കോൺഗ്രസും ബംഗാളിൽ ഒരു മുന്നണിയായി നിന്ന് തന്നെ മത്സരിക്കുകയാണ്. 42 സീറ്റുകളാണ് ബംഗാളിലുള്ളത്. ഇതിൽ 12 സീറ്റുകൾ കോൺഗ്രസിന് നൽകുന്നതിനുള്ള ധാരണയായിട്ടുണ്ട്. 24 സീറ്റുകളിലായിരിക്കും ഇടതു പാർട്ടികൾ മത്സരിക്കുക. ഇതിൽ 16 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന സീറ്റുകളിൽ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഘടകകക്ഷികൾ, ഇടതുമുന്നണിയിലെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്, RSP, CPI തുടങ്ങിയ പാർട്ടികൾ കോൺഗ്രസിന് ഈ 12 സീറ്റ് നൽകുന്ന സാഹചര്യത്തിൽ അവരുമായുള്ള ഈ പരസ്പര വിട്ടുവീഴ്ച, സീറ്റ് ധാരണ, ഇതൊക്കെ സംബന്ധിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ത്രിപുരയിലെ 2 സീറ്റുകളിലും ഓരോ സീറ്റ് കോൺഗ്രസും ഒരു സീറ്റിൽ CPIM-ഉം മത്സരിക്കുന്നതിനുള്ള ധാരണയാവുകയും രണ്ടുപേരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ത്രിപുര ഈസ്റ്റിൽ CPIM മത്സരിക്കും. ത്രിപുര വെസ്റ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും, കോൺഗ്രസിൻ്റെ സംസ്ഥാന PCC അധ്യക്ഷനായിരിക്കും അവിടെ മത്സരിക്കുക. ബംഗാളിലെ കാര്യത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ, ബംഗാളിൽ 12 സീറ്റാണ് നേരത്തെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. ആ 12 സീറ്റ് നൽകുന്നതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ശേഷിക്കുന്ന 6 സീറ്റുകളിൽ ISF, ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ടായിരിക്കും മത്സരിക്കുക. ഇതിൽ പ്രധാനമായും ഡയമണ്ട് ഹാർബറിൽ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്കെതിരെ ഇപ്പോൾ നിയമസഭയിലുള്ള ഏക MLA, അതായത് BJP ഇതര, തൃണമൂൽ ഇതര MLA ആയിട്ടുള്ള നൌഷാദ് സിദ്ദിഖ് ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി, ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. ഇടതുമുന്നണിയിലെ തന്നെ ചില കക്ഷികൾ ഇപ്പോഴും ഈ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ധാരണയിലെത്താത്തത് പ്രധാനമായും പുരുലിയ ഫോർവേഡ് ബ്ലോക്കിൻ്റെ പരമ്പരാഗതമായുള്ള സീറ്റാണ്. അവിടെ ആ സീറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടാണ് ഫോർവേഡ് ബ്ലോക്ക് കൈക്കൊണ്ടിരിക്കുന്നത്. പുരുലിയ വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മുർഷിദാബാദിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. കോൺഗ്രസ് വർഷങ്ങളായി മത്സരിക്കുന്ന സീറ്റായിരുന്നു മുർഷിദാബാദ്. പക്ഷേ മുർഷിദാബാദ് വിട്ടു നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടുണ്ട്. മുഹമ്മദ് സലീം അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. ബാസിർഘട്ട്, ഈ സമീപകാലത്ത് സന്ദേശ് ഖലി ആ വിവാദവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അവിടെ മുൻ MLA നിരാപദ സർക്കാരിനെ മത്സരിപ്പിക്കണം എന്നാണ് CPIM-ന്റെ ആഗ്രഹം. ഇപ്പോൾ ഈ സന്ദേശ് ഖലി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് CPIM ആഗ്രഹിക്കുമ്പോൾ CPI-ക്കാകട്ടെ ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഇത്തരം വിഷയങ്ങൾ വേഗം തന്നെ പരിഹരിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ അവകാശപ്പെടുന്നത്. ഗോപി, ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.